നമസ്കാരം, എല്ലാവർക്കും FEAയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കുറച്ച് ഇൻട്രാഡേ സ്റ്റോക്കുകൾ പറയാൻ തന്നെയാണ്. അതിന് മുമ്പാടെ അതിന്റെ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇൻട്രാഡേ സ്റ്റോക്കുകൾ തന്നെയാണ്. അപ്പൊ അതില് 3 സ്റ്റോക്കാണ് നമ്മൾ പറഞ്ഞത്. അതെല്ലാം ഏകദേശം ഒരു 90% ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് നോക്കാണ്ട് കുറച്ച് നിങ്ങളുടെ യുക്തി പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇതിൽ എന്താ വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ പറഞ്ഞ പ്രൈസിനേറ്റ് മുകളിലേക്ക് പ്രൈസ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസ് കയറ്റിയിടണം. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയമായിട്ട് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കാണാം. ഇന്ന് പറയാൻ പോകുന്നത് ഹിൻഡാൽക്കോന്റെ സ്റ്റോക്കാണ്. ഹിൻഡാൽക്കോ ഇൻട്രാഡേ ബൈ വരുന്നത് 398.60 പൈസക്ക് അബോവ് ആണ് പർച്ചേസിങ് ചെയ്യേണ്ടത്. അതിന്റെ ടാർഗറ്റ് വരുന്നത് 402 ടാർഗറ്റ് വരുന്നത്. സ്റ്റോപ്പ് ലോസ് 397 സ്റ്റോപ്പ് ലോസ് വരുന്നത്. പിന്നെ അടുത്ത സ്റ്റോക്ക് പറയുന്നത് ഇന്നലെ പറഞ്ഞ സ്റ്റോക്ക് തന്നെയാണ്, ഗ്രാസിയം ഇൻഡസ്ട്രീസ് ആണ്. ഇന്നലെ നമ്മൾ രണ്ട് ടാർഗറ്റ് പറഞ്ഞത്, രണ്ടും മീറ്റ് ചെയ്തു ഇന്നലെ. ഇന്ന് ഇപ്പോ ഗ്രാസിയം ലെവല് വരുന്നത് 1642 ആണ് ലെവല്. അതായത് 1642 മുകളില് നമുക്ക് പർച്ചേസിങ് ചെയ്യാം. ടാർഗറ്റ് വരുന്നത് 1655 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് 1662. പിന്നെ അടുത്ത സ്റ്റോക്ക് വരുന്നത് ജെകെ സിമെന്റ് ആണ്. ജെകെ സിമെന്റ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്, അതായത് പർച്ചേസ് ചെയ്യേണ്ട ലെവൽ വരുന്നത് 2863 മുകളിലാണ്. ടാർഗറ്റ് വരുന്നത് 2888 ടാർഗറ്റ് വരുന്നത്. സ്റ്റോപ്പ് ലോസ് 2845. അപ്പൊ ഇതിൽ സ്റ്റോപ്പ് ലോസ് എന്തായാലും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോപ്പ് ലോസ് ഇടാണ്ടിരിക്കാൻ പാടില്ല. ഇതെല്ലാം ഇൻട്രാഡേ സ്റ്റോക്കുകളാണ്. നാളത്തേക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒരിക്കലും ഇതിൽ ബ്ലൈൻഡ് ആയിട്ട് ചെയ്യാൻ പാടില്ല. കുറച്ച് നിങ്ങളുടെ യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വർക്ക്ഔട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൈസ് പർച്ചേസിങ് ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പ്രൈസ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇൻക്രീസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്കിതിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ടുള്ള ഇതിലേക്ക് പോകാൻ പാടില്ല. എത്രയാണോ പ്രോഫിറ്റ് വരുന്നത് ആ പ്രോഫിറ്റ് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കണം. നമ്മളിപ്പോ ചെയ്യുന്നത് ട്രയലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈവ് വീഡിയോ ആണ്. അത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ലൈവ് വീഡിയോ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് ഒരു 1 മന്തിനുള്ളിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഗുഡ് ബൈ.